ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഓണം ആയിക്കൊണ്ട് നമുക്കറിയാമല്ലോ, ഓണത്തിന് പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് ഈ കറുനാരങ്ങ കൊണ്ടുള്ള അച്ചാർ. പല വീട്ടമ്മമാർക്കും അറിയാവുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. എന്നാൽ ഓണമല്ലേ, നമുക്കിതൊക്കെ ചെയ്യാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ തീർച്ചയായിട്ടും ഈ കറുനാരങ്ങ കൊണ്ട് നല്ല അടിപൊളി ഒരു വെള്ള അച്ചാറാണ് നമ്മളിന്ന് ചെയ്യുന്നത്. നമ്മൾ ഈ അപ്പച്ചമ്പിൻ്റെ അകത്ത് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു, അത് തിളയ്ക്കാൻ വേണ്ടി വെച്ചിരുന്നതാണ്. അത് തിളച്ചതിന് ശേഷം ഈ നാരങ്ങ ഒന്ന് ആവി കയറ്റിയെടുക്കണം. അതിന് വേണ്ടി ഈ രണ്ടെണ്ണം അങ്ങോട്ട് വെക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ രണ്ടെണ്ണം എടുത്തതേ ഉള്ളൂ, നമ്മുടെ ആവശ്യത്തിന് എടുക്കാവുന്നതാണ്. ഇത് നല്ലപോലെ ആവി കയറി ഈ ഇതിൻ്റെ കട്ടിയുള്ള തൊലിഭാഗം ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ വെക്കുമ്പോഴത്തേക്ക് നാരങ്ങയൊക്കെ നല്ലപോലെ വൃത്തിയായിട്ടൊന്ന് കഴുകി വെക്കണം കേട്ടോ, എന്നിട്ടേ എടുക്കാവുള്ളൂ. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഈ വെള്ളം തിളച്ചതിന് ശേഷമാണ് ഞാൻ നാരങ്ങ ഈ തട്ട വെച്ചിരിക്കുന്നത്. ഏകദേശം ഒരു 4-5 മിനിറ്റെങ്കിലും ഒന്ന് ഇരിക്കട്ടെ. ഇപ്പോൾ ഏകദേശം ഒരു 4-5 മിനിറ്റോളം ആയിട്ടുണ്ട്. അത് നല്ലപോലെ നാരങ്ങയ്ക്കകത്ത് ആവി കയറിയിട്ടുണ്ട്. അതായത് ആ മണം അടിക്കുമ്പോൾ അറിയാം നാരങ്ങ ഒന്ന് പാടിയിട്ടുണ്ട്. ആണ് അപ്പോൾ ഇതേപോലെ നാരങ്ങ നമുക്ക് ഇതൊന്ന് റെഡി ആയിട്ടുണ്ട്. അതിന് ശേഷം അടുപ്പൊക്കെ നിർത്താം. അപ്പോൾ ഈ നാരങ്ങ നമ്മൾ താഴോട്ടൊന്ന് വെക്കുകയാണ്. നല്ല ചൂട്. അപ്പോൾ ഈ ചൂടൊന്ന് പോട്ടെ. അപ്പോൾ ഈ നാരങ്ങ തണുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ നാരങ്ങ ആവി കയറ്റി എടുത്തതേ ഉള്ളൂ. അതല്ലെന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളം ചൂടാക്കിയിട്ട് അതിൻ്റെ അകത്തോട്ടിട്ട് ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കോരിയും കിട്ടെടുക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ നടുക. ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തോല് ചെത്തി എടുത്തിട്ട് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഇതിപ്പോൾ ഇതിൻ്റെ തൊലി ഇരിക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പം ഞാൻ ഈ തൊലി കളയാതാണ് എടുക്കുന്നത്. കാര്യം ഇതിൻ്റെ മണ്ടവശം ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം. ഇനി ഇതൊന്ന് അരിഞ്ഞെടുക്കാം. ഇതിൻ്റെ നടുവശത്തെ ഇതിൻ്റെ അരിയൊക്കെ ഒന്ന് കളഞ്ഞ് വേണം എടുക്കാൻ, അല്ല കയ്പ്പ് കൂടും. അതുകൊണ്ടാണ് ഈ അരിയും കളഞ്ഞെടുക്കുക. അപ്പോൾ ഈ നാരങ്ങയുടെ ഈ നടുഭാഗത്തെ കുരുവെല്ലാം നമ്മൾ കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിഞ്ഞെടുക്കട്ടെ. ഇതേപോലെ കനം കുറച്ച് ഒന്ന് അരിഞ്ഞെടുക്കുക. അപ്പം ഇങ്ങനെ ആവി കയറ്റിയപ്പോഴത്തേക്കുണ്ട് ഇതിൻ്റെ പുറത്തെ തൊലിഭാഗം ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ചെറുതായിട്ട് എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. അപ്പോൾ നമ്മൾ ആ കറുനാരങ്ങ ഇതേപോലെ കനം കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഈ നാരങ്ങ അച്ചാർ നമ്മൾ ചെയ്തത് നമ്മുടെയായിട്ടുള്ള രീതിക്കാണ് ചെയ്യുന്നത്. അതുപോലെ ഇത് വിൽപ്പനയ്ക്കല്ല കേട്ടോ. കാര്യം ഇത് പലർക്കും അറിയാം. എന്നാലും നമ്മുടെയായിട്ടുള്ള രീതി എങ്ങനെയാണെന്ന് നിങ്ങളിന്ന് കാണിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. നമ്മൾ ഈ അരിഞ്ഞ് വെച്ചതിൻ്റെ അകത്തിട്ട് കടുക് വറുത്ത് പൊടിച്ചാണ്. ഇതിപ്പോൾ 2 നാരങ്ങ ഉണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള കടുക് വറുത്ത പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഞാൻ 1 ടേബിൾ സ്പൂൺ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. ഇനിയും വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി അതും ഇട്ട് കൊടുക്കുക. ഇനിയും വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഏത് അച്ചാറായാലും ശരി കായപ്പൊടിയൊക്കെ ഒരല്പം മുന്നോട്ട് വേണം കേട്ടോ. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് ചേർക്കാവുന്നതാണ്. ഞാനിപ്പം 1 ടീസ്പൂൺ അളവിൽ കായപ്പൊടിയാണ് അത് ഇട്ട് കൊടുക്കുക. ഇനിയും വേണ്ടത് ഇതിനാവശ്യമുള്ള ഉപ്പ് പൊടി, കുറച്ച് ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇച്ചിരി ഇട്ട് കൊടുക്കുക. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കരി കടുകും ഉലുവായൊക്കെ നമ്മൾ വറുത്ത് പൊടിച്ചതാണ്. ഇനി അത് ചട്ടിക്കകത്തിട്ട് ഒന്നുകൂടെ വറക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ റെഡിയാക്കി എടുക്കുന്നത്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലപോലെ ചട്ടവും കൊണ്ടൊന്ന് ഇളക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു 5-6 മിനിറ്റ് ഒന്നിരിക്കണം. ഇപ്പോൾ ഏകദേശം ഒരു 5-6 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് നമുക്കിത് റെഡിയാക്കാം. അപ്പോൾ ഇതൊരല്പം എടുത്ത് നാവെ തൊട്ട് നോക്കണം. ഇപ്പോൾ ഉപ്പോ അതുപോലെ ഇച്ചിരി കായത്തിൻ്റെ ഒക്കെ എന്തെങ്കിലും പോരാഴിക ഉണ്ടെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കേണ്ടതാണ്. അടുപ്പൊന്ന് കത്തിച്ച ശേഷം ഞാൻ ഈ ഉരുളിക്കകത്താണ് അത് റെഡിയാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഉരുളി ഒന്ന് ചൂടായതിന് ശേഷം കുറച്ച് നല്ലെണ്ണ
കാര്യം അച്ചാറിനാകുമ്പോഴത്തേക്ക് നല്ലെണ്ണയൊക്കെയാണ്, എള്ളെണ്ണ കടുകെണ്ണയൊക്കെയാണ് ചേർക്കുന്നത്. അപ്പം നമുക്ക് ഇച്ചിരി നല്ലെണ്ണ അങ്ങോട്ട് ഒഴിക്കാം. ഏകദേശം ഒരു 200 ഗ്രാം അളവിൽ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. ഇത് ഏകദേശം 200 ഗ്രാമേ ഉള്ളൂ കേട്ടോ. അതങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ഒരല്പം വിനാഗിരി ഒഴിക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ കണക്കൊഴിച്ചാൽ മതി. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരി ഒഴിച്ചതിന് ശേഷം അതൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം 1 ടീസ്പൂൺ അളവിൽ കടുക് ഒന്നിട്ട് കൊടുക്കുക. ഞാനൊരു 1/4 ടീസ്പൂണ് ഉലുവയും കൂടെ ചേർക്കുകയാണ്. നമ്മൾ ഉലുവപ്പൊടി ഇട്ടാണ്, എന്നാലും ഒരു ചെറിയ അളവിലെടുത്താൽ മാത്രം മതി ഉലുവ. കടുകും ഉലുവയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തോട്ട് വെളുത്തുള്ളി. ഇതിപ്പോൾ ഏകദേശം ഒരു 2-3 കുടം വെളുത്തുള്ളി ഉണ്ട്. നമുക്ക് ഇച്ചിരി വെളുത്തുള്ളി കൂടുതലിരുന്നാലും കുഴപ്പമില്ല കേട്ടോ. ഈ നാരങ്ങാച്ചാറ് നല്ലതാണ്, അപ്പോൾ അത് ആവശ്യത്തിന് ചേർക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ ഒരു 3 കുടം വെളുത്തുള്ളി അങ്ങോട്ടിട്ടുണ്ട്. അപ്പോൾ ആ വെളുത്തുള്ളി ഒന്ന് ചേർത്ത ശേഷം ആദ്യം ഒന്ന് ഇളക്കി ഒരു 1 മിനിറ്റ് സമയം മാത്രം കിടന്നതിന് ശേഷം വേണം ഇഞ്ചി ഇടാൻ. കാര്യം വെളുത്തുള്ളിയാണ് മൂക്കാൻ താമസം, അതുകൊണ്ടാണ് ആദ്യമേ വെളുത്തുള്ളി ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം വേണം അടുത്ത ഇഞ്ചി എടുക്കുക. കാര്യം ഇഞ്ചി ഇങ്ങനെ അരിഞ്ഞു വെച്ചിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ റെഡി ആയിക്കോളും. അത് ഇട്ട് കൊടുക്കും. ഇഞ്ചിയോട് ചേർത്തിട്ട് നമുക്ക് അപ്പം ഈ അച്ചാറെന്ന് പറയുമ്പോഴത്തേക്ക് അല്പം എണ്ണ മുന്നോട്ട് നിൽക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കേടായിപ്പോവും. അതുകൊണ്ട് അത് ഒഴിവാക്കാനായിട്ടാണ് ഇത്ര എണ്ണ ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് എരിവെന്ന് പറഞ്ഞാൽ പച്ചമുളകാണ് ചേർക്കുന്നത്. ആവശ്യത്തിലുള്ള പച്ചമുളക് ഞാനൊരു 3-4 പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതേപോലെ തീരെ പൊടിയായിട്ടല്ല, അല്പം കണക്കിൽ തന്നെയാണ് അത് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. നമുക്ക് ഇട്ട് കൊടുക്കും. അതിനുശേഷം ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചുമന്ന് വരട്ടെ. ഒരുപാടങ്ങ് നമുക്കും വേണ്ട, എന്നാൽ ചെറുതായിട്ടൊന്ന് ചെറിയൊരു കളർ മതി. നമ്മൾ ഈ സദ്യ കഴിക്കാനൊക്കെ പോകുമ്പോഴത്തേക്കും എനിക്ക് എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു അച്ചാറാണ് ഈ കരുനാരങ്ങ കൊണ്ടുള്ള അച്ചാർ. ഇതും പിന്നെ ഇഞ്ചി അച്ചാർ, ഇതൊക്കെയാണ് ഞാൻ കൂടുതൽ കഴിക്കുന്നത്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതെല്ലാം ഒന്ന് മൂത്ത് വരുന്നുണ്ട്. കുറച്ച് കറിവേപ്പില, 1 പിടി കറിവേപ്പിലയും ഇട്ട് നിലയ്ക്കും. അപ്പോൾ ഇതെല്ലാം റെഡി ആയതിനു ശേഷം ഇനി നമുക്ക് ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഈ പുരട്ടി വെച്ചിരിക്കുന്ന ഈ നാരങ്ങ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് ഇളക്കി ഈ നാരങ്ങ ഇതിൻ്റെ അകത്തൊന്ന് വഴറ്റിയെടുക്കും. ഇതെല്ലാം കൂടെ കൂട്ടി ഒന്ന് വഴറ്റിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ നാരങ്ങയ്ക്കകത്ത് ആ വെള്ളമയമാണെങ്കിൽ കാണുന്നത്. പിന്നെ വേറെ കാര്യമുണ്ട്, ഇത് നമുക്ക് കേടാകാതെ ഇങ്ങനെ വേണം അത് ചെയ്യാൻ. ആ വെള്ളം ചേർക്കാതെ വേണം ഈ അച്ചാർ റെഡിയാക്കി എടുക്കാൻ. കാരണം കുറച്ച് ദിവസം ഇരിക്കേണ്ടതാണെങ്കിൽ, അതുമല്ല പെട്ടെന്നൊക്കെ എടുക്കണ ഇപ്പോൾ 1-2 ദിവസത്തേക്കാണെങ്കിൽ അല്പം വെള്ളം ചൂടാക്കിയിട്ട് ഇച്ചിരി ഒഴിച്ചാൽ മതി. അപ്പം ഇച്ചിരി ലൂസായിട്ട് കിട്ടും. പക്ഷേ ഇത് അങ്ങനെയല്ല, ഇത് നമുക്ക് കുറച്ച് നാളത്തേക്ക് ഇരിക്കത്തക്ക രീതിയിലാണ് ഇത് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് ഇതിൻ്റെ അകത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കും. അതാണ് ചെയ്യേണ്ടത്. എത്രയേ ഉള്ളൂ, വേറെ കാര്യങ്ങളൊന്നും ഇനി ചെയ്യാനില്ല. ചെറിയ തീയിൽ 2-3 മിനിറ്റ് മാത്രം അടുപ്പത്ത് വെച്ചാൽ മതി. ഇപ്പോൾ 2-3 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി അടുപ്പങ്ങ് നിർത്താം. അപ്പോൾ എന്തായാലും പോരായ്മ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ടതാണ് കേട്ടോ. ഇതേപോലെയാണ് നിങ്ങൾ റെഡിയാക്കുന്നതെങ്കിൽ ഇന്നെടുക്കല്ലേ, പിറ്റേ ദിവസം എടുക്കാം. അപ്പോൾ ഒരു ദിവസം ഇരിക്കും തോറും നല്ല ടേസ്റ്റായിരിക്കും ഇത്. അതുപോലെ ഇത് കേടാകത്തുമില്ല. ഒരല്പം പോലും വെള്ളം നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർക്കാതാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് കേടാകത്തില്ല. കുറച്ച് ദിവസം നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം ഇതേപോലെ ഒരു ചില്ല് കുപ്പിക്കകത്തിട്ട് നല്ലപോലെ അടച്ചങ്ങ് വെച്ചാൽ മതി. ആവശ്യത്തിനെടുത്ത് ഉപയോഗിക്കും. നിങ്ങൾ ഈ പ്രാവശ്യം ഓണത്തിന് ഈ നാരങ്ങ മേടിക്കുമ്പോൾ ഈ രീതിയിലൊന്ന് അച്ചാറിട്ട് നോക്കിക്കും. അന്നപ്പോൾ എടുക്കല്ലേ, പിറ്റേന്ന് മാത്രമേ എടുക്കാവുള്ളൂ. നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു അച്ചാറാണ്. നാളെ ഇത് അടിപൊളിയായിരിക്കും. ചെയ്തു നോക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. ബൈ.